ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചെറുപയറിൻ്റെ ദോശയാണ്. ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് അരി പച്ചരിയാണ് എടുത്തത്, പിന്നെ 1/2 ഗ്ലാസ് ചെറുപയറാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പോൾ അത് രണ്ടും കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 2-3 മണിക്കൂറെങ്കിലും മിനിമം വേണം. ഞാനിപ്പോൾ രാത്രിയാണ് ഇട്ട് വെച്ചത്, രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്, ഒരു 10-12 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, 3-4 വറ്റൽ മുളക്, പിന്നെ 1 സ്പൂൺ ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ നാളികേരവും ജീരകവും വറ്റൽമുളകും കൂടി അരച്ചെടുക്കാം. അതിന് മിക്സിയിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തു, പിന്നെ ജീരകം ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച് വറ്റൽമുളക് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചോളൂ കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അത് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നു. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുള്ളി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കേ വേണ്ടൂ, വല്ലാണ്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല, പേസ്റ്റ് ഒന്നും ആവരുത്, അപ്പോൾ അതിൻ്റെ സ്വാദ് പോവും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. മറ്റേ ജാറിൽ ഞാൻ നമ്മുടെ അരി വെള്ളത്തിലിട്ടതും ചെറുപയർ വെള്ളത്തിലിട്ട് രണ്ടും കൂടിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതും കൂടി അരച്ചെടുത്തു. ഇനി ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ ചെറിയ ജാറിലാണല്ലോ നാളികേരം അരച്ചെടുത്തത്, അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ദോശമാവ് എല്ലാതും ഒരു പാത്രത്തിലാക്കി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലോണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദോശമാവ് റെഡിയായി. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി. അതിലൊന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ തന്നെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനത് ചെറിയ കയ്യിലെടുത്തത്, അപ്പോൾ ഞാൻ 2-3 കയ്യിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇത് അത്ര നൈസായിട്ട് ഉണ്ടാക്കിയ ഒരു സ്വാദ് ഉണ്ടാവില്ല, ഒത്തിരി കട്ടി വേണം. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് നല്ലോണം മൊരിച്ചെടുക്കുകയാണ് സ്വാദ്. അപ്പോൾ ഞാൻ പരത്തി കൊടുത്തു നന്നായിട്ട്. ഇനി ഒന്ന് നല്ലോണം മൊരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഒന്ന് പാകമായി കഴിഞ്ഞാൽ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ദോശ അടിയൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ, അങ്ങനെ ഞാൻ ബ്രഷ് കൊണ്ട് തന്നെയാണ് വെതറി കൊടുത്തത്. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് ഈ ഭാഗം കൂടി നല്ലോണം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദോശ തയ്യാറായി. ഇപ്പോൾ ആ ഭാഗം കൂടി നല്ലോണം മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് ദോശ വാങ്ങിയെടുക്കാം കേട്ടോ. ഇത് നാളികേര ചട്നിയുടെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ, പൊടിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ദോശ വാങ്ങിയെടുത്തു. ഇനി ഞാനിവിടെ നാളികേര ചട്നിയാണ് കേട്ടോ അരച്ചത്. കുറച്ച് പൊട്ടുകടലയിട്ട് അരച്ച നാളികേര ചട്നിയാണ് എൻ്റെ കൂടെ കഴിക്കാനെടുത്തത്. അപ്പോൾ നാളികേര ചട്നി നമുക്ക് പറന്ന് കൊടുക്കാം പ്ലേറ്റിലേക്ക്. നാളികേര ചട്നിയും പൊടിയും ഉണ്ട് ഇവിടെ. അപ്പോൾ രണ്ടും കൂടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇടാനൊക്കെ മറന്നു പോയാൽ നമുക്ക് വേഗത്തിൽ രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അരച്ച് അപ്പം തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു വ്യത്യസ്തമായിട്ടുള്ള ദോശയാണ്, പിന്നെ നല്ല ഹെൽത്തി ദോശയാണല്ലോ, നല്ല ഗുണങ്ങളുള്ളതാണല്ലോ ചെറുപയർ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി അമർത്തണം. അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം കേട്ടോ. താങ്ക് യു.